1/4 കിലോ ചെറുപയർ ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരകിയിട്ട് അതിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിൽ 2/2 പാൽ എടുത്താണ് അതൊഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി വേവുന്ന സമയം കൊണ്ട് ഒരു 4 അച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക, ശർക്കര പാനിയാക്കി എടുക്കുക. ഇപ്പോൾ നമ്മളെ ചെറുപയർ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറുപയർ നേരത്തെ വെള്ളത്തിൽ കുതിർത്തി ഏലക്കായും ചുക്കും ജീരകവും കൂടി പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 കപ്പ് 1/4 പാലും ചേർത്തിട്ട് ഒരു തിള വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ടൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റുള്ള ചെറുപയർ പായസം റെഡി.